Hello, my dear friends. I am Wilson. You are all most welcome. Welcome to our communicative English class. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പോസിറ്റീവ്, ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇങ്ങനെ വാക്യങ്ങളുടെ 4 വിഭാഗങ്ങളെ പറ്റിയാണ്. അതിൽ ESAM-R എന്നതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് സെൻറ്റൻസിനെ അഫർമേറ്റീവ് സെൻറ്റൻസ് എന്നും പറയും. പിന്നെയോ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അതുപോലെ വാസ് വെയറിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുക, രൂപപ്പെടുത്തുക എന്നുള്ളതിനെ പറ്റിയാണ് ഉദാഹരണ സഹിതം നമ്മൾ പഠിച്ചത്. ഇതിൽ നമ്മൾ ഷാൽ, വിൽ എന്നിവയുടെ 2 രൂപങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, ഷാലും വില്ലും പോസിറ്റീവായും നെഗറ്റീവായും എങ്ങനെ ഉപയോഗിക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ അവ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ 2 കാലങ്ങളിൽ, അതായത് പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും കൈകാര്യം ചെയ്ത അതേ രീതി തന്നെയാണ് നമ്മൾ ഇതിലും പിന്തുടരുന്നത്. അതായത് സബ്ജക്റ്റിന് മുമ്പ് ആ ക്രിയ, അതായത് ഓക്സിലറി വെർബ് എന്ന് പറയും. ഇവിടെ ശരിക്കും ഷാൽ വിൽ ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബ് എടുത്തങ്ങോട്ട് ഫിക്സ് ചെയ്താൽ മതി, ചോദ്യരൂപം കിട്ടും. ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. അതിനെപ്പറ്റി കൂടുതൽ വിവരിച്ച് നമ്മൾ സമയം കളയേണ്ടതില്ല. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ വിൽ അല്ലെങ്കിൽ ഷാൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പോസിറ്റീവായും നെഗറ്റീവായും ചോദ്യങ്ങൾ ചോദിക്കാമെന്നതാണ് പഠിക്കുന്നത്. ഷാൽ ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഐ, വി എന്നിവയുടെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഷാൽ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറ്റൊരു വാക്യതലം കൂടി, അതായത് അർത്ഥതലം കൂടി വരുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ ഒരു ഡോക്ടറാവുമോ എന്ന് ചോദിക്കാൻ ഷാൽ ഐ ബി എ ഡോക്ടർ എന്ന് നമ്മൾ ചോദിച്ചാൽ അതിന് മറ്റൊരു രൂപം കൂടിയുണ്ട്. അതായത് സമ്മതം ചോദിക്കുന്ന ഒരു രീതി, അതായത് ഞാനൊരു ഡോക്ടർ ആവട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ചോദ്യരൂപത്തിൽ ചോദിക്കാൻ വിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വില്ല് ഉപയോഗിക്കുമ്പോൾ, ഷാൽ വിൽ ഉപയോഗിക്കുമ്പോൾ ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ കൂടെയാണ് അവ ഉപയോഗിക്കേണ്ടത് എന്ന്. ഓക്കെ, ഐയുടെയും വിയുടെയും കൂടെയാണ് ഷാൽ ഉപയോഗിക്കുന്നത്, ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ വില്ല് ഉപയോഗിക്കും. ഇവിടെ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി, അതായത് അർത്ഥത്തിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അർത്ഥത്തിൽ സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് വിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്, എല്ലാ ക്വസ്റ്റ്യൻ ഫോംസിനു വേണ്ടിയും ഉപയോഗിക്കുന്നതാണ് നല്ലത്, സബ്ജക്റ്റ് ഏതായാലും ശരി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇവിടെയും വില്ലിൻ തന്നെയാണ് ഐ, വി എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഐ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക? അതാണ് ഉദാഹരണമായിട്ട് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. അതായത്, ഞാൻ അവിടെ ഒരു അധികപ്പറ്റാവുമോ എന്ന് ഒരു ചോദ്യമാണ്. അതായത് ഇപ്പം ചില സ്ഥലത്തുണ്ടാവും, നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ അധികപ്പറ്റായി പോവുക, നമ്മളൊരു വേണ്ടാത്ത ആളായി മാറുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് സാധാരണ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതേ സംശയം ഒരാൾക്ക് ഇവിടെ ഉള്ളതാണ് ചോദിക്കുന്നത്, ഞാൻ അവിടെ ഒരു അധികപ്പറ്റാവുമോ? അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? വിൽ ഐ ബി എൻ അൺവാണ്ടഡ് പേഴ്സൺ ദർ? വിൽ ഐ ബി എൻ അൺവാണ്ടഡ് പേഴ്സൺ ദർ? അൺവാണ്ടഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരാൾ, അതായത് അധികപ്പറ്റ്. ഓക്കെ, ഇനി ഞാൻ അക്കാര്യത്തിൽ ഒരു പരാജയമാവുമോ? എല്ലാ കാര്യത്തിലും നമ്മൾ വിജയിക്കണം എന്നില്ലല്ലോ. അപ്പോൾ സംശയങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ അക്കാര്യത്തിൽ ഒരു പരാജയമാവുമോ, അതിനുവേണ്ടി തുനിഞ്ഞ് ഇറങ്ങിയാൽ ഒരു പരാജയമാവുമോ? വിൽ ഐ ബി എ ഫെയിലിയർ ഇൻ ദാറ്റ് കേസ്? ഇൻ ദാറ്റ് കേസ് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ.
വിൽ ഐ ബി എ ഫെയിലിയർ ഇൻ ദാറ്റ് കേസ്? ഞാൻ അക്കാര്യത്തിൽ ഒരു പരാജയമാവുമോ? ഇനി ഞാൻ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുമോ? ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഞാൻ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുമോ? വിൽ ഐ ബി ചൂസൺ ആസ് ദ ലീഡർ, അല്ലെങ്കിൽ എലക്റ്റഡ് ആസ് ദ ലീഡർ, അങ്ങനെയും പറയാം. വിൽ ഐ ബി എലക്റ്റഡ് ആസ് ദ ലീഡർ? ഞാൻ അവിടെ ഒരു നേതാവായി തിരഞ്ഞെടുക്കപ്പെടുമോ? ചൂസൺ എന്ന് പറയാം, എലക്റ്റഡ് എന്ന് പറയാം, പിന്നെയോ സെലക്റ്റഡ് എന്നും ഒരു പദവും കിട്ടിയിട്ടെങ്കിൽ സെലക്റ്റഡ് എന്നും പറയാം. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ നെഗറ്റീവ് രൂപമാണ്. അതായത് നെഗറ്റീവ് രൂപം വരുമ്പോൾ നമ്മൾ എന്താണ് സാധാരണ ഉപയോഗിക്കുക? വോണ്ടല്ലേ ഉപയോഗിച്ചത്. ഇവിടെ സബ്ജക്റ്റിന് മുമ്പ് വോണ്ട് എന്ന് എടുത്ത് ചേർത്താൽ മതി. ഞാൻ വലിയ ഒരു നടൻ ആവില്ലേ? വോണ്ട് ഐ ബി എ ഗ്രേറ്റ് ആക്ടർ? വോണ്ട് ഐ ബി എ ഗ്രേറ്റ് ആക്ടർ? ഞാനൊരു വലിയ നടൻ ആവില്ലേ? ഞാനൊരു വലിയ പണക്കാരനാവില്ലേ? എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ പണക്കാരൻ ആവാനുള്ള. അപ്പോൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും സംശയമാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഞാൻ ഒരു വലിയ പണക്കാരനാവില്ലേ? ഇത് സ്വയം ചോദിക്കാം, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണത്? വോണ്ട് ഐ ബി എ റിച്ച് മാൻ? വോണ്ട് ഐ ബി എ റിച്ച് മാൻ? ഞാനൊരു വലിയ പണക്കാരൻ ആവില്ലേ? ഇനി അടുത്ത സബ്ജക്റ്റ് എന്താണ്? സാധാരണ നമുക്കറിയാമല്ലോ അത് വി ആണെന്നുള്ളത്. അപ്പോൾ വി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വില്ല് ഉപയോഗിച്ചും വോണ്ട് ഉപയോഗിച്ചും ചോദിക്കാം, അതാണ് അടുത്തത്. ഒന്ന്, ഞങ്ങൾ അവരുടെ മുമ്പിൽ വിഡ്ഢികളാവുമോ? ഞങ്ങൾ അവരുടെ മുമ്പിൽ വിഡ്ഢികളാവുമോ? വിൽ വി ബി ഫൂൾസ് ബിഫോർ ദം? വിൽ വി ബി ഫൂൾസ് ബിഫോർ ദം? ഞങ്ങൾ അവരുടെ മുമ്പിൽ വിഡ്ഢികളാവുമോ? നമ്മൾ ഒന്നാമതാകുമോ? നമ്മൾ ഫസ്റ്റ് ആകുമോ എന്നൊക്കെ ചോദിക്കില്ലേ, അത് തന്നെ. വിൽ വി ബി ദ ഫസ്റ്റ്? വിൽ വി ബി ദ ഫസ്റ്റ്? ഇനി നമ്മൾ അപമാനിതരാകുമോ? അവിടെ ചെന്നിട്ട് നമ്മൾ അപമാനിക്കപ്പെടുമോ, അപമാനിതരാകുമോ? വിൽ വി ബി ഇൻസൾട്ടഡ്? വിൽ വി ബി ഇൻസൾട്ടഡ്? നമ്മൾ അപമാനിതരാകുമോ? അപ്പോൾ എന്തൊക്കെയാണ്? ഞങ്ങൾ അവരുടെ മുമ്പിൽ വിഡ്ഢികളാവുമോ? എന്താണ്? വിൽ വി ബി ഫൂൾസ് ബിഫോർ ദം? നമ്മൾ ഒന്നാമതാകുമോ? വിൽ വി ബി ദ ഫസ്റ്റ്? നമ്മൾ അപമാനിതരാകുമോ? വിൽ വി ബി ഇൻസൾട്ടഡ്? ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോംസ് ആണ് വോണ്ട് വെച്ചുകൊണ്ട്. അപ്പോൾ എന്താണ്? നമ്മൾ ആ സ്വത്തിൻ്റെ അവകാശികളാവില്ലേ? വോണ്ട് വി ബി ദ ഹെയർസ് ഓഫ് ദ പ്രോപ്പർട്ടി? ഹെയർസ് എന്ന് പറഞ്ഞാൽ അവകാശികൾ, ഹെയർ അവകാശി. നമ്മൾ ആ സ്വത്തിൻ്റെ അവകാശികളാവില്ലേ? വോണ്ട് വി ബി ദ ഹെയർസ് ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി? ഞങ്ങൾ അതിന് അർഹരാവില്ലേ? ഞങ്ങൾ അതിന് അർഹരാവില്ലേ? ഏതെങ്കിലും ഒരു ജോലിക്കോ എന്തിനെങ്കിലും ആയിരിക്കും. വോണ്ട് വി ബി ക്വാളിഫൈഡ് ഫോർ ഇറ്റ്? വോണ്ട് വി ബി ക്വാളിഫൈഡ് ഫോർ ഇറ്റ്? അർഹത എന്നുള്ളത് ക്വാളിഫൈ, അർഹിക്കുക. ഓക്കെ, അപ്പോൾ വി വെച്ചുകൊണ്ടും നമ്മൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? പതിവ് പോലെ യു ആണ്. യുവിൻ്റെ മുമ്പിൽ എന്ത് വെക്കണം? പോസിറ്റീവ് ആവുമ്പോൾ വി വെക്കണം, നെഗറ്റീവ് ആവുമ്പോൾ എന്ത് വെക്കണം? വോണ്ട് വെച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ്? നീ ഭാവിയിൽ ഒരു ഡോക്ടർ ആവുമോ? വിൽ യു ബി എ ഡോക്ടർ ഇൻ ദ ഫ്യൂച്ചർ? വിൽ യു ബി എ ഡോക്ടർ ഇൻ ദ ഫ്യൂച്ചർ? ഇനി താങ്കൾ അടുത്ത മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാവുമോ? താങ്കൾ അടുത്ത മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാവുമോ? വിൽ യു ബി എ മിനിസ്റ്റർ ഇൻ ദ നെക്സ്റ്റ് മിനിസ്ട്രി? വിൽ യു ബി എ മിനിസ്റ്റർ ഇൻ ദ നെക്സ്റ്റ് മിനിസ്ട്രി? മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ. നിങ്ങൾ ഒരു ചലച്ചിത്ര നടനാവുമോ? വിൽ യു ബി എ ഫിലിം സ്റ്റാർ? വിൽ യു ബി എ ഫിലിം സ്റ്റാർ? നിങ്ങളൊരു ചലച്ചിത്ര നടനാവുമോ? അപ്പോൾ എന്താണ്? നീ ഭാവിയിൽ ഒരു ഡോക്ടറാവുമോ? വിൽ യു ബി എ ഡോക്ടർ ഇൻ ദ ഫ്യൂച്ചർ? നീ അടുത്ത മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാവുമോ? വിൽ യു ബി എ മിനിസ്റ്റർ ഇൻ ദ നെക്സ്റ്റ് മിനിസ്ട്രി? നിങ്ങളൊരു ചലച്ചിത്ര നടനാവുമോ? വിൽ യു ബി എ
ഫിലിം സ്റ്റാർ. ഓക്കെ, ഇനി വോണ്ട് വെച്ചുകൊണ്ട് എന്താണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ? നീ ഒന്നാമൻ ആവില്ലേ? നീ ഒന്നാമൻ ആവില്ലേ? വിൽ യു ബി ആണോ? അല്ല. വോണ്ട് ബി ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. നീ ക്ലാസ്സിൽ ഒന്നാമനാവില്ലേ? വോണ്ട് യു ബി ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. വോണ്ട് യു ബി ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. നീ ക്ലാസ്സിൽ ഒന്നാമനാവില്ലേ? നീ അവൻ്റെ സഹായി ആവില്ലേ? നീ അവൻ്റെ സഹായി ആവില്ലേ? വോണ്ട് യു ബി ഹിസ് അസിസ്റ്റൻറ്റ്. വോണ്ട് യു ബി ഹിസ് അസിസ്റ്റൻറ്റ്. അവൻ്റെ സഹായിയായി പ്രവർത്തിക്കുക. അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുക അല്ലേ? സഹായം. ഇനിയോ ഇതിൻ്റെ തന്നെ എന്താണ്? നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്? ഒന്നും കൂടി അത് ഞാൻ ആവർത്തിക്കാം. നീ ഒന്നാമൻ ആവില്ലേ? ക്ലാസ്സിൽ ഒന്നാമൻ ആവില്ലേ? വോണ്ട് യു ബി ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. നീ അവൻ്റെ സഹായി ആവില്ലേ? വോണ്ട് യു ബി ഹിസ് അസിസ്റ്റൻസ്. അപ്പോൾ പഠിച്ചല്ലോ എങ്ങനെയാണ് വി വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറേ, അതായത് ഈസ്, ആം, ആർ, പിന്നെ വാസ്, വേർ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞു. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ, വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേഗം പറഞ്ഞു പോകുന്നത്. ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കണ്ടാൽ തന്നെ വേഗം ഫോളോ ചെയ്യാൻ പറ്റും. ഇനി എന്താണ്? ദേ ആണ് അല്ലേ? ദേ വെച്ചുകൊണ്ട് നമ്മളെങ്ങനെയാണ് ഇതേമാതിരി പോസിറ്റീവും നെഗറ്റീവുമായ ചോദ്യങ്ങൾ ചോദിക്കുക. അവർ നിന്റെ ബിസിനസ് പങ്കാളികളാവുമോ? വിൽ ദേ യുവർ ബിസിനസ് പാർട്ട്നേഴ്സ്? വിൽ ദേ ബി യുവർ ബിസിനസ് പാർട്ട്നേഴ്സ്? അവർ നിങ്ങളുടെ ബിസിനസ് പങ്കാളികൾ ആവുമോ? അല്ലെങ്കിൽ അവർ നിന്റെ ബിസിനസ് പങ്കാളികളാവുമോ? വിൽ ദേ ബി യുവർ ബിസിനസ് പാർട്ട്നേഴ്സ്? അവർ കനേഡിയൻ പൗരന്മാരാവുമോ? ഇപ്പോൾ അവർ കനഡയിലാണ് ഉള്ളത്, അതുകൊണ്ട് ചോദിക്കുകയാണ് അവർ അടുത്ത പൗരത്വം സ്വീകരിക്കുമോ എന്നുള്ള മട്ടിൽ. അവർ കനേഡിയൻ പൗരന്മാരാവുമോ? വിൽ ദേ ബി കനേഡിയൻ സിറ്റിസൺസ്? വിൽ ദേ ബി കനേഡിയൻ സിറ്റിസൺസ്? അവർ നമ്മുടെ പാർട്ടിയുടെ നേതാക്കളാകുമോ? അവർ നമ്മുടെ പാർട്ടിയുടെ നേതാക്കൾ ആകുമോ? വിൽ ദേ ബി ദ ലീഡേഴ്സ് ഓഫ് അവർ പാർട്ടി? വിൽ ദേ ബി ദ ലീഡേഴ്സ് ഓഫ് അവർ പാർട്ടി? ഇനി അതിൻ്റെ തന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഒരു തവണയും കൂടി ഞാൻ പോസിറ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അവർ നിന്റെ ബിസിനസ് പങ്കാളികളാവുമോ? വിൽ ദേ ബി യുവർ ബിസിനസ് പാർട്ട്നേഴ്സ്? അവർ കനേഡിയൻ പൗരന്മാരാവുമോ? വിൽ ദേ ബി കനേഡിയൻ സിറ്റിസൺസ്? അവർ നമ്മുടെ പാർട്ടിയുടെ നേതാക്കളാകുമോ? വിൽ ദേ ബി ദ ലീഡേഴ്സ് ഓഫ് അവർ പാർട്ടി? ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ? അവർ നമ്മുടെ സംഘടനയിൽ അംഗങ്ങളാവില്ലേ? അവർ നമ്മുടെ സംഘടനയിൽ അംഗങ്ങൾ ആവില്ലേ? എന്താണ് സംഘടന എന്നുള്ളതിന് എന്താണ്? യൂണിയൻ അല്ലേ? എന്താണ്? യൂണിയൻ. അപ്പോൾ അവർ നമ്മുടെ സംഘടനയിൽ അംഗങ്ങളാവില്ലേ? വോണ്ട് ദേ ബി ദ മെമ്പേഴ്സ് ഓഫ് അവർ യൂണിയൻ? വോണ്ട് ദേ ബി ദ മെമ്പേഴ്സ് ഓഫ് അവർ യൂണിയൻ? അവർ ലോകമറിയുന്ന വിധം നീന്തൽക്കാരാവില്ലേ? അവർ ലോകമറിയുന്ന വിധം നീന്തൽക്കാരാവില്ലേ? വോണ്ട് ദേ ബി ദ വേൾഡ് നോൺ സ്വിമ്മേഴ്സ്? വോണ്ട് ദേ ബി ദ വേൾഡ് നോൺ സ്വിമ്മേഴ്സ്? സ്വിമ്മേഴ്സ് എന്ന് പറഞ്ഞാൽ സിം എന്ന് പറഞ്ഞാൽ നീന്തുക, സ്വിമ്മർ എന്ന് പറഞ്ഞാൽ നീന്തുന്നയാൾ. മനസ്സിലായില്ലേ? അപ്പോൾ വോണ്ട് ദേ ബി ദ വേൾഡ് നോൺ സ്വിമ്മേഴ്സ്? ഒന്നും കൂടി. അവർ നമ്മുടെ സംഘടനയിൽ അംഗങ്ങളാവില്ലേ? വോണ്ട് ദേ ബി ദ മെമ്പേഴ്സ് ഓഫ് അവർ യൂണിയൻ? പിന്നെയോ അവർ ലോകമറിയുന്ന നീന്തൽക്കാരാവില്ലേ? വോണ്ട് ദേ ബി ദ വേൾഡ് നോൺ സ്വിമ്മേഴ്സ്? വെൽ നോൺ എന്ന് പറഞ്ഞാലും ഒരു വക നമുക്ക് ഒരർത്ഥം കിട്ടുന്നു. ആ ഒരർത്ഥം കിട്ടും. വെൽ നോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി അറിയപ്പെടുന്നു എന്നുള്ളത്. ഇവിടെ വേൾഡ് നോൺ പറയാം, ഓക്കെ, അല്ലെങ്കിൽ വെൽ നോൺ പറയാം. ഇനി എന്താണ് അടുത്ത സബ്ജക്റ്റ്? ഏതാണ് നമ്മളത്? ഹി ആണ് അല്ലേ? നമുക്കറിയുന്നതാണ്. അതും ചോദ്യവാക്ക് ഏതാണ്? അതിൻ്റെയും ചോദ്യവാക്ക് ഏതാണ്? വിൽ തന്നെയാണ്. പിന്നെ നെഗറ്റീവ് ആണെങ്കിൽ വോണ്ട്. അപ്പോൾ
അയാൾ കോപിഷ്ഠനാകുമോ? വിൽ ഹി ബി ആംഗ്രി? വിൽ ഹി ബി ആംഗ്രി? മനസ്സിലായില്ലേ? അയാൾ കോപിഷ്ഠനാകുമോ? ഇനിയോ അവൻ അടുത്ത മിസ്റ്റർ വേൾഡ് ആവുമോ? വിൽ ഹി ബി ദ നെക്സ്റ്റ് മിസ്റ്റർ വേൾഡ്? ജിംനാസ്റ്റിക്കിലൊക്കെ പോയി വളരെ നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കാം, മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വിൽ ഹി ബി ദ നെക്സ്റ്റ് മിസ്റ്റർ വേൾഡ്? അവൻ അടുത്ത മിസ്റ്റർ വേൾഡ് ആകുമോ? ഇനി അയാൾ ഭാവിയിൽ ഒരു നോബൽ ജേതാവാകുമോ? എഴുത്തുകാരനാണ്. എഴുത്തുകാർക്ക് മാത്രമല്ല, ശാസ്ത്രജ്ഞന്മാർക്കും പല മേഖലയുള്ളവർക്കും നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുവാണ്, അയാൾ ഭാവിയിൽ ഒരു നോബൽ ജേതാവ് ആകുമോ? വിൽ ഹി ബി എ നോബൽ പ്രൈസ് വിന്നർ ഇൻ ദ ഫ്യൂച്ചർ? വിൽ ഹി ബി എ നോബൽ പ്രൈസ് വിന്നർ ഇൻ ദ ഫ്യൂച്ചർ? ഓക്കെ. അടുത്തത് എന്താണ്? അതിൻ്റെ നെഗറ്റീവ് അല്ലേ? അയാൾ എത്രയും വേഗം ഒരു മജിസ്ട്രേറ്റ് ആവില്ലേ? ഇപ്പോൾ വക്കീലാണ്, വളരെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നയാൾ, നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നയാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താണ്? അയാൾ എത്രയും വേഗം ഒരു മജിസ്ട്രേറ്റ് ആവില്ലേ? വോണ്ട് ഹി ബി എ മജിസ്ട്രേറ്റ് വെരി സൂൺ? ഇനി അവൻ ക്ഷീണിച്ചു പോവില്ലേ? വോണ്ട് ഹി ബി ടയേർഡ്? വോണ്ട് ഹി ബി ടയേർഡ്? അവൻ ക്ഷീണിച്ചു പോവില്ലേ? ഓക്കെ. അപ്പോൾ ഒരിക്കലും കൂടി വേണമെങ്കിൽ ഞാനത് നെഗറ്റീവ് പറയാം. അയാൾ എത്രയും വേഗം ഒരു മജിസ്ട്രേറ്റ് ആവില്ലേ? വോണ്ട് ഹി ബി എ മജിസ്ട്രേറ്റ് വെരി സൂൺ? അവൻ ക്ഷീണിച്ചു പോവില്ലേ? വോണ്ട് ഹി ബി ടയേർഡ്? ഓക്കെ. ഇനി ഷീ ആണ്. ഷീ വരുമ്പോഴും ഇത് തന്നെയാണ്. വിൽ ആദ്യം വയ്ക്കുക, വോണ്ട് ആദ്യം വയ്ക്കുക. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവുമായ ചോദ്യ രീതികൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഓക്കെ. അവൾ നിരാശയാണോ? നിരാശയാവുമോ? അവൾ നിരാശയാവുമോ? എന്തായിരിക്കും നിരാശ എന്നുള്ളതിന്? ഡിസപ്പോയിൻമെൻറ്റ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക അത്? അവൾ നിരാശയാവുമോ? വിൽ ഷീ ബി ഡിസപ്പോയിൻറ്റഡ്? വിൽ ഷീ ബി ഡിസപ്പോയിൻറ്റഡ്? അവൾ നമ്മൾക്കൊരു എതിരാളിയാവുമോ? അവൾ നമ്മൾക്ക് ഒരു എതിരാളിയാവുമോ? വിൽ ഷീ ബി എൻ ഓപ്പണൻറ്റ് ഫോർ അസ്? ഓപ്പണൻറ്റ് എഗൻസ്റ്റ് പാർട്ടി എന്നും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. എനിമി എന്ന് ഉപയോഗിക്കാം, റൈവൽ എന്ന് ഉപയോഗിക്കാം, ഒരുപാട് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പം ഒപ്പോണൻറ്റ്, എതിരാളി. ഓക്കെ. അവൾ നമ്മൾക്ക് ഒരു എതിരാളിയാവുമോ? വിൽ ഷീ ബി എൻ ഓപ്പണൻറ്റ് ഫോർ ആസ്? ഇനി അവൾ ഒരു എയർ ഹോസ്റ്റസ് ആവുമോ? വിൽ ഷീ ബി എൻ എയർ ഹോസ്റ്റസ്? വിൽ ഷീ ബി എൻ എയർ ഹോസ്റ്റസ്? ഓക്കെ. ഇനി എന്താണ് അതിൻ്റെ നെഗറ്റീവ്? അവൾ ഒരമ്മയാവില്ലേ? വോണ്ട് ഷീ ബി എ മദർ? അവൾ ഒരമ്മ ആവില്ലേ? വോണ്ട് ഷീ ബി എ മദർ? അവൾ ആ കാര്യത്തിൽ സംതൃപ്തിയാവില്ലേ? വോണ്ട് ഷീ ബി സാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ് കേസ്? വോണ്ട് ഷീ ബി സാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ് കേസ്? ഇപ്പോൾ മനസ്സിലായല്ലോ അവൾ വെച്ചുകൊണ്ടുള്ള ചോദ്യം എങ്ങനെയാണെന്ന്. ഇനി ലാസ്റ്റ് ഇറ്റാണ്. അതിൻ്റെത് എങ്ങനെയാണ്? വില്ലും വോണ്ടും തന്നെയാണ് അല്ലേ? അതൊരു പ്രശ്നമാവുമോ? വിൽ ഇറ്റ് ബി എ പ്രോബ്ലം? അത് പ്രയോജനപ്രദമാവുമോ? വിൽ ഇറ്റ് ബി പർപ്പസ്ഫുൾ? അത് ലാഭകരമാവുമോ? വിൽ ഇറ്റ് ബി പ്രോഫിറ്റബിൾ? മനസ്സിലായോ? അത് എങ്ങനെയാണ്? അതൊരു പ്രശ്നമാവുമോ? വിൽ ഇറ്റ് ബി എ പ്രോബ്ലം? അത് പ്രയോജനപ്രദമാവുമോ? വിൽ ഇറ്റ് ബി പർപ്പസ്ഫുൾ? അത് ലാഭകരമാവുമോ? വിൽ ഇറ്റ് ബി പ്രോഫിറ്റബിൾ? ഓക്കെ. പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ ലാഭകരമാവുക, പർപ്പസ്ഫുൾ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്രദമാവുക. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. പുതിയ വാക്കുകൾ കാണുമ്പോൾ ആ വാക്യത്തിൽ നിന്നു തന്നെ നിങ്ങൾ ആ വാക്കിൻ്റെ അർത്ഥം ഗ്രഹിച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് പറയാനുള്ളൊരു ശീലം മാത്രമല്ല, പുതിയ നമുക്കറിയാത്ത ഒരുപാട് വാക്കുകളും കൂടി നമ്മൾ പരിചയപ്പെടും. അത് നമുക്ക് സ്ഥാനത്ത് ഉപയോഗിക്കാൻ പറ്റും, യഥാസ്ഥാനത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനിയോ നെഗറ്റീവാണ്. അതൊരു നഷ്ടക്കച്ചവടമാവില്ലേ? വിൽ ഇറ്റ് ബി എ ലോസിങ് ബിസിനസ്? അതൊരു നഷ്ടക്കച്ചവടമാവില്ലേ? വിൽ ഇറ്റ് ബി എ ആണോ? വിൽ ഇറ്റ് ബി ആണോ? അല്ല, വോണ്ട് ഇറ്റ് ബി അല്ലേ? എന്താണ്? വോണ്ട് ഇറ്റ് ബി? അതൊരു നഷ്ടക്കച്ചവടമാവില്ലേ? വോണ്ട് ഇറ്റ് ബി എ ലോസിങ് ബിസിനസ്?
ഇനി അതൊരു സൽക്കർമ്മമാവില്ലേ? വോണ്ട് ഇറ്റ് ബി എ ഗുഡ് ഡീഡ്? എന്താണ് ഗുഡ് ഡീഡ് എന്ന് പറഞ്ഞാൽ? സൽക്കർമ്മം. ഗുഡ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൽക്കർമ്മം. അപ്പോൾ വോണ്ട് ഇറ്റ് ബി എ ഗുഡ് ഡീഡ്? അതൊരു നഷ്ടക്കച്ചവടമാവില്ലേ? വോണ്ട് ഇറ്റ് ബി എ ലൂസിങ് ബിസിനസ്? ഇത്രയാണ് നമ്മൾ ആവുമോ ആവില്ലേ എന്ന രീതിയിൽ ചോദിക്കാനുള്ള രീതികൾ. ഇതിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? കാരണം എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 1-2 പഠിച്ചപ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാക്കുന്ന ഒരു രീതി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടാവും എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനനുസരിച്ച് അതുകൊണ്ട് തന്നെയാണ് ഈ ഞാൻ അമിതമായി വിവരിക്കാതെ വളരെ ചുരുക്കത്തിൽ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമുള്ള ഒരു രീതിയിൽ ഇത് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. കാരണം അറിയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ അത് ഞാൻ പതിവ് പോലെ പറയുന്ന ഒരു കാര്യമാണത്, നമുക്ക് വല്ലാത്ത മടുപ്പുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇതൊക്കെ വളരെ ആവശ്യമാണ്. നമ്മുടെ സംസാരത്തിൽ ഇതൊക്കെ വളരെ ആവശ്യമായി വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഞാനിപ്പോൾ നിങ്ങളെ എത്ര കാര്യങ്ങളാണ് പഠിപ്പിച്ചത്? 3, അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇതിൽ പ്രസൻറ്റിൽ ആണ്, അല്ല, ആണോ, അല്ലേ 4 വിധത്തിൽ പറയാം. പിന്നെ പാസ്റ്റ് ടെൻസിൽ ആയിരുന്നു, ആയിരുന്നില്ല, ആയിരുന്നോ, ആയിരുന്നില്ലേ 4 വിധത്തിൽ. അപ്പോൾ എത്രയായി? 8 വിധം. ഈ ഫ്യൂച്ചർ ടെൻസിൽ ആവുമോ, ആവുമോ, ആവില്ലേ, അല്ലേ? ആവുമോ, ആവില്ലേ, ആവും, ആവില്ല. അതായത് ആവും, ആവില്ല, ആവുമോ, ആവില്ലേ. ഓക്കെ, അതും എത്രയാണ്? 4 വിധത്തിൽ. അപ്പോൾ ഈ 12 വിധത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പറയാൻ വേണ്ടിയിട്ട്. അത് ഉദാഹരണങ്ങൾ സഹിതം ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ആകുന്നു, അല്ലെങ്കിൽ ആണ്, ആയിരുന്നു, ആവും, അല്ലേ? അല്ല, ആയിരുന്നില്ല, ആവില്ല, ആണോ, ആയിരുന്നോ, ആവുമോ, അല്ലേ? അല്ലേ, ആയിരുന്നില്ലേ, ആവില്ലേ. മൊത്തം 12 വിധത്തിൽ. 12 വിധത്തിൽ അനായാസമായി ഒരു പറയാൻ പറ്റുമോ ഇംഗ്ലീഷിൽ? നമുക്ക് ഇതുവരെ അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ലാതെ ഇപ്പോഴത് സാധിക്കുന്നെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണത്. അത് എപ്പോഴും ഓർമ്മയിൽ വെക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യുക, സ്വന്തമായ വാക്യങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കുക, എന്നിട്ടത് മറ്റുള്ളവരോട് പറയുക. അതാണ് എനിക്ക് എപ്പോഴത്തെ പോലെ ഇതിലും പറയാനുള്ളത്. അടുത്ത് മറ്റൊരു പുതിയ വിഷയവുമായി ഞാൻ നിങ്ങളെ എത്രയും വേഗം സമീപിക്കുന്നതാണ്. ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ചെയ്യുക. ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഓക്കെ.